നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ നാട്ടിലേക്കുള്ള മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് നാമെല്ലാം. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്നും നിരാശയാണ് ഫലം. സൗദി അറേബ്യയിൽ നിന്നും വിദേശികൾ മാതൃരാജ്യത്തേക്ക് പുറപ്പെട്ടു തുടങ്ങി. ഫിലിപ്പീൻസുകാർക്ക് പിന്നാലെ സിംഗപ്പൂർ സ്വദേശികളും അവരുടെ രാജ്യത്തെത്തി. വെള്ളിയാഴ്ച രാവിലെ 85 പേരുമായി പ്രത്യേക വിമാനം സിംഗപ്പൂർ സിറ്റിയിലെത്തി. സൗദിയിൽ പഠിക്കുന്ന 40 വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് സർക്കാർ അയച്ച വിമാനത്തിൽ നാട്ടിലെത്തിയത്. സൗദി അറേബ്യ എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരുന്നെങ്കിലും വിദേശികളെ തിരിച്ചയക്കാൻ പ്രത്യേക സർവീസിന് ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ട്. ഈജിപ്തിലുള്ള പൗരന്മാരെയും സിംഗപ്പൂർ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചിരുന്നു. അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗദിയിൽ നിന്നും നാട്ടിലെത്താനുള്ള മാർഗം ഒരുങ്ങിയിട്ടില്ല. സൗദി അറേബ്യ ഇതിനുവേണ്ടി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതാണ് തടസ്സം. പ്രവാസികളെ തിരികെ കേരളത്തിലെത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പ്രായോഗികമല്ലെന്നും വിലയിരുത്തിയ കോടതി ഹർജി ലോക്ക്ഡൌണിന് ശേഷം പരിഗണിക്കാം എന്നതാണ് വ്യക്തമാക്കിയത്. വിദേശികളെ നാട്ടിലേക്ക് അയക്കാൻ സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിൽ കരാറുകൾ അവസാനിച്ചും ഫൈനൽ എക്സിറ്റ് നേടിയും നാട്ടിൽ പോകാനാകാതെ കുടുങ്ങിയവർക്കാണ് അവസരം. അവർ ജോലി ചെയ്യുന്ന കമ്പനികൾ മുഖേന മന്ത്രാലയത്തിന് അപേക്ഷ നൽകണം. അതേസമയം അബ്ഷീർ വഴി അപേക്ഷിച്ച് നാട്ടിലെത്താനുള്ള അവസരം ആഭ്യന്തര മന്ത്രാലയവും ആരംഭിച്ചിട്ടുണ്ട്. റിയാദ്, ജിദ്ദ, ദമാം, മദീന വിമാനത്താവളങ്ങൾ വഴിയാണോ നാട്ടിലേക്ക് അയക്കുക? നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന 25,000 പേരുടെ അപേക്ഷ ലഭിച്ചുവെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ കരാർ അവസാനിച്ചവർക്കും ഫൈനൽ എക്സിറ്റ് നേടിയവർക്കുമാണ് ഈ അവസരം. അപേക്ഷ ഇനിയും സ്വീകരിക്കുന്നുണ്ട്. സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഇവരെ നാട്ടിലെത്തിക്കുക. ജോലി ചെയ്യുന്ന കമ്പനികൾ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീ എൻട്രിയിലും നാട്ടിലേക്ക് മടങ്ങാൻ അവസരമുണ്ടെന്ന് ചില കമ്പനികൾക്ക് വിവരം ലഭിച്ചു. ഇത്തരക്കാർക്ക് സൗദിയിൽ കൊറോണ രോഗം പൂർണ്ണമായി ഭേദമായ ശേഷം തിരിച്ചെത്താൻ അവസരമുണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.